നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകരയിൽ കടമുറി പൊളിച്ചപ്പോൾ തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ 2 മാസം മുൻപ് കാണാതായ കൊയിലാണ്ടി സ്വദേശിയുടേതെന്ന അന്തിമ സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനാൽ ഇത് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ്. മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും നിലവിൽ സൂചനകൾ ഒന്നുമില്ല. അതിനാൽ DNA പരിശോധനാ ഫലമാണ് കേസിൽ ഇനി ഏറ്റവും നിർണായകമാവുക. എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാവൂ. പോലീസ് നടത്തിയ പരിശോധനയിൽ കടമുറിക്കുള്ളിൽ നിന്നും കിട്ടിയ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് മൊബൈൽ ഫോൺ ലഭിച്ചത്. ഈ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണിന്റെ ഉടമയുടെ ബന്ധുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. ഇയാളെക്കുറിച്ച് കഴിഞ്ഞ 2 മാസമായി വിവരമൊന്നും ഇല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇയാൾ സ്ഥിരമായി ഇതുപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളായതിനാൽ ബന്ധുക്കൾ പോലീസിൽ ഔദ്യോഗികമായി പരാതിയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ ഇയാളെ കാണാതായതായി വാക്കാൽ വിവരം അറിയിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൊയിലാണ്ടി സ്വദേശിയുടേതാണോ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സ്ഥിരീകരിക്കാനാവും. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹാവശിഷ്ടങ്ങൾക്ക് സമീപത്ത് നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ 2 മാസമായി സ്വിച്ച് ഓഫ് ആണ്. ഇവിടെ നിന്നും ഒരു വാച്ചും ലഭിച്ചിരുന്നു. 6 മാസത്തിലേറെ പഴക്കമുള്ള ശരീരാവശിഷ്ടമാണെന്നാണ് പ്രാഥമിക നിഗമനം. കുഞ്ഞിപ്പള്ളി ടൗണിലാണ് 1 വർഷം മുൻപ് കച്ചവടം നിർത്തിയ കടയ്ക്കുള്ളിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ദേശീയപാത നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനിടയിലാണ് തൊഴിലാളികൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. 1 വർഷത്തിലധികമായി അടഞ്ഞുകിടക്കുന്ന കടമുറിയാണിത്. കുന്നുമക്കര സ്വദേശിയുടേതാണ് ഈ കെട്ടിടം. 1 വർഷം മുൻപ് ഖൽബിലെ ചായക്കട എന്ന പേരിൽ ഇവിടെ കട പ്രവർത്തിച്ചിരുന്നു. പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്കിടയിലാണ് ആദ്യം തലയോട്ടി കണ്ടത്. തുടർന്നുള്ള പരിശോധനയിലാണ് മറ്റ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടത്. ദേശീയപാത നിർമ്മാണത്തിനായി 1 വർഷം മുൻപ് ഏറ്റെടുത്ത കെട്ടിടമാണിത്. മുൻവശത്തെ ഷട്ടർ അടച്ചതാണെങ്കിലും മുറിയിലേക്ക് കടക്കാൻ മറ്റു വഴികളുണ്ട്. ചോമ്പാല പോലീസ്, ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്ത് എത്തി പരിശോധന നടത്തിയിരുന്നു. അതേസമയം സാമൂഹിക പ്രവർത്തകയുടെ മൃതദേഹം ട്രെയിനിലെ ശുചിമുറിയിൽ കണ്ടെത്തി. വൈക്കം സ്വദേശി സുരജ എസ് നായരുടെ മൃതദേഹമാണ് ട്രെയിനിലെ ശുചിമുറിയിൽ കണ്ടെത്തിയത്. ആലപ്പുഴ ദർബാർ ട്രെയിനിന്റെ ശൗചാലയത്തിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒഡീഷയിൽ സഹോദരിയുടെ വീട്ടിൽ പോയ ശേഷം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സുരജ. തമിഴ്നാട്ടിലെ ജോളാർപേട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സഹയാത്രികർ സുരജയുടെ മൃതദേഹം ശുചിമുറിയിൽ കണ്ടത്. ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണമെന്നാണ് പ്രാഥമിക അനുമാനം. പ്രവാസിയായ ജീവനാണ് ഭർത്താവ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.